നമസ്കാരം. അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾക്കൊടുവിൽ, എല്ലാ ആകാംക്ഷകൾക്കൊടുവിൽ ഇതാ BJP കേന്ദ്ര നേതൃത്വം ആ പേര് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരത്ത് BJPയുടെ, അതായത് കേരളത്തിൽ BJPയുടെ താക്കോൽ സ്ഥാനം ഇനി രാജീവ് ചന്ദ്രശേഖരൻ്റെ കൈവെള്ളയിലായിരിക്കും. ഇനി രാജീവാണ് ഇനി BJPയെ, അതായത് കേരളത്തിലെ BJP ഇനി ഒരു വഴിയിലേക്ക്, നേർവഴിയിലേക്ക് ഇനി നയിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രതീക്ഷിതമായിരുന്നത് പല പേരുകളും ഉയർന്നു കേട്ട ഒരു കാര്യമായിരുന്നു. അതായത് ആദ്യം ശോഭാ സുരേന്ദ്രൻ വരുന്നു, അതിനുശേഷം മുൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ തന്നെ ഇതിലേക്ക് വരുന്നുവെന്ന് പേര് പറയുന്നു. അതിനുശേഷം MD രമേശ് പറയുന്നു. അതിനുശേഷം സുരേന്ദ്രൻ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിയുന്നതുവരെ സുരേന്ദ്രൻ തന്നെയായിരിക്കുമെന്ന പല വാർത്തകളും വരുന്നു. പക്ഷേ എല്ലാം ഈ BJP കേന്ദ്ര നേതൃത്വം അതീവ രഹസ്യമായി തന്നെ വയ്ക്കുമായിരുന്നു. പക്ഷേ ഇതിലെല്ലാം ആദ്യമേ അറിയാവുന്ന ഒരു വ്യക്തി രാജീവ് ചന്ദ്രശേഖരന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഞാൻ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുമെന്ന് രാജീവ് ചന്ദ്രശേഖരന് മാത്രമേ അറിയാവൂ. അങ്ങനെ വലിയ രീതിയിലൊരു സസ്പെൻസ് വെച്ച ആ ഒരു കാര്യമാണ് ഇന്ന് പുറത്തായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഒരു പ്രതികരണം എന്ന നിലയിൽ? അല്ല, ഈ അപ്രതീക്ഷിതം എന്ന് പറയുന്നത് അത് തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ അപ്രതീക്ഷിതം തന്നെ ആയിരിക്കും. വലിയ ചർച്ചകൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇതൊക്കെ അസ്ഥാനത്താകുന്ന പ്രഖ്യാപനങ്ങളായിരിക്കും ഈ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുമ്പോൾ, അതുപോലെ തന്നെ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമ്പോൾ, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോഴൊക്കെ നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും. പക്ഷേ കേരളത്തിലെ ഈ ഒരു നേതൃമാറ്റം അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് ആരായിരിക്കും എന്നത് സംബന്ധിച്ച് അത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചില സൂചനകൾ നേരത്തെ വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിഗണിക്കപ്പെട്ട പേരുകളിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടർന്നു. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ഇവിടെ വന്നതാണ്. പക്ഷേ അദ്ദേഹം വളരെ മികച്ച ഒരു മത്സരം ഇവിടെ കാഴ്ചവെക്കുന്നു, അതിനുശേഷം പരാജയപ്പെടുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബാക്കപ്പ് ടീം അല്ലെങ്കിൽ അദ്ദേഹം ഒരു PR ടീമിനെയൊക്കെ ഹയർ ചെയ്തു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് വീടെടുക്കുന്നു, സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ സക്രിയമായിട്ട് ഇടപെടുന്നു എന്നുള്ളതെല്ലാം ഇദ്ദേഹം ഇനി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലെത്തും എന്നതിൻ്റെ സൂചന തന്നെയായിരുന്നു. പക്ഷേ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും എന്ന് പ്രവചിക്കാൻ മാത്രം ആ സൂചനകൾ പര്യാപ്തമല്ലായിരുന്നു. അത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അനുസരിച്ച് നോക്കിയാൽ അങ്ങനെ ഒരു സാധ്യതയ്ക്ക് വളരെ കുറവ് സാധ്യതയാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത്. മാത്രമല്ല, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ ഘട്ടത്തിൽ നിലവിലുള്ള പ്രസിഡന്റിനെ മാറ്റുമോ എന്നൊരു ചോദ്യവും ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനാണ് ഏറ്റവും അധികം കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വരവ് അപ്രതീക്ഷിതമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് നമുക്ക് എന്തായാലും തീർത്തും പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേന്ദ്ര നേതൃത്വം ഇന്ന് അവതരിപ്പിച്ചു. ഇന്നാണ് കോർ കമ്മിറ്റി ചേർന്നത്. അതിൽ രാജീവ് ചന്ദ്രശേഖർ ആണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ചോയ്സ് എന്ന് അറിയിച്ചിരുന്നു. സത്യത്തിൽ തീർച്ചയായിട്ടും ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായും RSSൻ്റെ ഒരു അനുമതി, RSSൻ്റെ ഒരു കൺസൾട്ടേഷൻ ഒക്കെ BJP നടത്തുമായിരിക്കാം. അങ്ങനെ ഒരു അനുമതിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് കോർ കമ്മിറ്റിയിൽ ഇദ്ദേഹത്തിൻ്റെ പേര് അവതരിപ്പിക്കുന്നത്. സംസ്ഥാന കോർ കമ്മിറ്റി ഏകകണ്ഠമായി തന്നെ അദ്ദേഹത്തിൻ്റെ പേര് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക നൽകാൻ പോകുന്നു എന്ന ഒരു വാർത്ത അല്ലെങ്കിൽ എന്ന ഒരു സ്ഥിരീകരണം വരുന്നത്. രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇത്തരത്തിലൊരു നാമനിർദ്ദേശ പത്രിക നൽകാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും പ്രസിഡന്റ് അദ്ദേഹമായിരിക്കും. നാളെ ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് നമ്മളത് ഉറപ്പിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത് ഒരു പരിധിവരെ അപ്രതീക്ഷിതമായിരുന്നു. പക്ഷേ ഒരു പരിധിവരെ അതിനെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതുമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. കാരണം അത് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യതനായ ഒരു നേതാവ്. കാരണം ക്രിസ്ത്യൻ വോട്ടുകളടക്കം വെച്ച് നോക്കുമ്പോൾ, ഹൈന്ദവരെ വെച്ച് നോക്കുമ്പോൾ അടക്കം, ഇപ്പം വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ നവ്യ ഹരിദാസ് അവിടെ BJP സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കറോടൊപ്പം രാജീവ് ചന്ദ്രശേഖർ ചെന്നു, താമരശ്ശേരി ബിഷപ്പിനെ കാണുന്നു. അങ്ങനെയാണ് ഈ വലിയ രീതിയിലൊരു സ്വീകാര്യത
UDF-നെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം തന്നെ BJP-യിലേക്ക് വരുന്നു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ BJP-യുടെ താക്കോൽ സ്ഥാനം ഏൽപ്പിക്കുന്നത് വഴി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു മുഖ്യ പങ്ക്, വലിയൊരു വോട്ട് ബാങ്ക് ഇതിൽ BJP കാണുന്നുണ്ട്. കാരണം അത് മാത്രമല്ല, ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുമുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായും അങ്ങനെ ഒരു മാറ്റം അത് തന്നെയാണ്. മാറ്റം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള മാറ്റമല്ല കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത് എന്ന് ഈ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാണ്. കാരണം BJP തീർച്ചയായും കേരളത്തിൽ വളരുന്നുണ്ട്, പക്ഷേ ആ വളർച്ച വളരെയധികം സാവധാനത്തിലാണ്. പക്ഷേ അത് സംഘടനാപരമായി BJP ഒരു ഉറച്ച വളർച്ചയാണ് നേടുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ കേന്ദ്ര നേതൃത്വം കേരളത്തിൽ ഒരു ദ്രുതഗതിയിലുള്ള മാറ്റം ആഗ്രഹിക്കുന്നു, ഒരു ശൈലി മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്ന ശൈലി മാറ്റം അത് വെറും BJP-യിൽ മാത്രമല്ല, എല്ലാ പാർട്ടിയിലും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ശൈലി മാറ്റത്തിൻ്റെ തുടക്കമാണ് ഇത് എന്ന് പറയേണ്ടി വരും. കാരണം രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഒരു 100% രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം ഒരു വ്യവസായ പ്രമുഖനാണ്. പക്ഷേ അദ്ദേഹം ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്, നല്ലൊരു പാർലമെൻറ്റേറിയനാണ് എന്നൊക്കെ തെളിയിക്കപ്പെട്ട നല്ലൊരു മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ് എന്നൊക്കെ തെളിയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് അദ്ദേഹം കേരളത്തിൻ്റെ നേതൃത്വത്തിലെ പാർട്ടി നേതൃത്വത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശൈലി മാറ്റം ആവശ്യമാണ്. ഈ ശൈലി മാറ്റത്തിന് കേന്ദ്രം തിരഞ്ഞെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ചരിത്രത്തിലാദ്യമായി ലോക്സഭയിൽ താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്നും വിജയിച്ചിരിക്കുന്നു. പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനം ഏതാണ്ട് 20% അടുത്തിരിക്കുന്നു. ഇനിയും ഇത് ഈ വേഗതയിൽ പോയാൽ പോരാ. പരമ്പരാഗതമായി നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന രാഷ്ട്രീയ പ്രവർത്തനം അത് തന്നെയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി പുതിയൊരു ചടുലത, പുതിയൊരു വ്യത്യസ്തത അത് ഈ പാർട്ടിക്ക് വേണമെന്ന് കേന്ദ്രം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ നിയമനം വന്നിരിക്കുന്നത്. ആ ശൈലി മാറ്റം സത്യത്തിൽ BJP-യിൽ ഒതുങ്ങുന്നതല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ആ ഒരു ശൈലി മാറ്റം ഉണ്ടാകും. കാരണം കേരളത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മടുത്ത്, കേരളത്തിൻ്റെ വികസന രാഷ്ട്രീയത്തിൽ മടുത്ത് മാറി നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ ഈ ടെക്നോ പാർക്ക് മേഖലകളിൽ നിന്നൊക്കെ നിരവധി യുവാക്കൾ, ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലാത്ത യുവാക്കളൊക്കെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരുവാനും അതുപോലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. മാത്രമല്ല BJP-ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു സ്വാധീനം ചെറുതായിട്ടാണ് എങ്കിൽ പോലും തീരദേശ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ആ ഒരു ശൈലി മാറ്റത്തിൻ്റെ സൂചനയാണ്. കാരണം ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അദ്ദേഹം ആ സംഘടനയ്ക്കുള്ളിൽ പല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും വിജയിക്കുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ശൈലി മാറ്റത്തിൽ അല്ലെങ്കിൽ ഒരു പുതുതലമുറ രാഷ്ട്രീയം പാർട്ടിക്കകത്തേക്ക് വരുന്നതിനെ കോൺഗ്രസ് ശക്തമായി തന്നെ എതിർക്കുകയാണ്. പക്ഷേ BJP-യിൽ അങ്ങനെയല്ല. BJP-യിലേക്ക് ആ ശൈലി മാറ്റത്തെ ഇപ്പോൾ തന്നെ സംസ്ഥാന കോർ കമ്മിറ്റി വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഈ ശൈലി മാറ്റത്തെ കോൺഗ്രസ്സിന് സ്വീകാര്യമല്ലാതിരിക്കുമ്പോൾ BJP അതിനെ സ്വീകരിക്കുന്നു. BJP അങ്ങനെ കേരളത്തിൽ വ്യത്യസ്തമായ ഒരു പാർട്ടിയാകുന്നു. ആ വ്യത്യസ്തത BJP-ക്ക് വലിയ ജനസ്വാധീനം ഉണ്ടാകാൻ പോകുന്നു. 20%-നോടടുത്ത് വോട്ട് ശതമാനം നിൽക്കുന്നു. ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ ഇടയിൽ വലിയ സ്ഥാനം അല്ലെങ്കിൽ ഒരു സ്വാധീനം BJP നേടിയെടുക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു മുഖം മിനക്കൽ അല്ലെങ്കിൽ ഒരു ശൈലി മാറ്റം പാർട്ടിക്ക് ഗുണം ചെയ്യും എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപി ഫോക്കസ് ചെയ്തിട്ടാണ് തൃശ്ശൂർ എടുത്തത്. അതുപോലെ തന്നെ തിരുവനന്തപുരവും രാജീവ് ചന്ദ്രശേഖരനോട് ഫോക്കസ് ചെയ്യാനാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് MP സ്ഥാനത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു ദയനീയമായ ഒരു പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും പക്ഷേ ഇഞ്ചോടിഞ്ചൊരു പോരാട്ടമായിരുന്നു. അപ്പോഴും അദ്ദേഹം ഒരു 100 ദിന കർമ്മ പദ്ധതി എന്ന രീതിയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. അതായത് ഞാനിനി തിരുവനന്തപുരത്തെ കേന്ദ്രീകരിച്ചാണ് ഇനി എൻ്റെ പ്രവർത്തനം. അപ്പോൾ ആ സമയത്ത് ഇനി ഞാൻ എന്തൊക്കെ ചെയ്യും? മുതലപ്പൊഴി ഹാർബർ മുതൽ കഴക്കൂട്ടം ടെക്നോ പാർക്ക് മുതൽ എല്ലായിടത്തും ഇനി എൻ്റെ സേവനം എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഒരു വലിയൊരു ബിസിനസ് ഹബ്ബാക്കി അല്ലെങ്കിൽ എല്ലാം ഒരു കൈവെള്ളയിൽ എത്തുന്ന രീതിയിലേക്ക് ആക്കുമെന്ന് അന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഒരു പഠന പത്രിക പോലെ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ഇനി തിരുവനന്തപുരം ഫോക്കസ് ചെയ്ത് ഇനിയുള്ള കാലം നിൽക്കാനാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു തന്ത്രം എന്നതാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും അത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അദ്ദേഹം ഒരുപക്ഷെ വ്യക്തിപരമായി കേന്ദ്രീകരിച്ചതായിരിക്കാം. പക്ഷേ പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം ഇനി കേരളം മുഴുവൻ മാറാൻ പോവുകയാണ്. കേരളത്തിൽ മുഴുവൻ ഒരു പുതിയ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ശൈലി മാറ്റം കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ദൗത്യം. അവിടെ രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും അധികം പ്ലസ് പോയിൻ്റായി മാറുന്നത് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു വികസന നയം തന്നെയാണ്. അദ്ദേഹം കേവലമായ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നടത്താത്ത ഒരു വ്യക്തിയാണ്. ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വാക്ക് യുദ്ധത്തിലൊന്നും നമുക്ക് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രസ്താവനകളെ കാണാൻ കഴിയില്ല. അദ്ദേഹം എപ്പോഴും വികസന രാഷ്ട്രീയം പറയുന്നതാണ്. കേരളത്തിൻ്റെ വികസനത്തിലെ പാപ്പരത്വം എടുത്തു കാണിക്കുന്ന വ്യക്തിയാണ്. കേരളം ഇനിയും കൂടുതൽ വികസിക്കണം എന്ന് പറയുന്ന വ്യക്തിയാണ്. വികസനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ഒരു വൻ വികസനത്തിലേക്ക് കേരളം പോകണം എന്ന ഒരു വികസന അജണ്ടയുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വികസനം സംസാരിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെ ഒന്നാകെ മാറ്റിയെടുക്കുക, ആ മാറ്റം BJPക്ക് അനുകൂലമാക്കുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. തീർച്ചയായും അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് പല വെല്ലുവിളികളുമുണ്ട്. ഇപ്പോൾ വികസന രാഷ്ട്രീയം പറയുന്നുവെങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള രാഷ്ട്രീയം അന്യമാണ് ഇന്നും. അതായത് പല രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരാണ് കേരളത്തിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അത് മാറി ഇനി വികസന രാഷ്ട്രീയം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ വികസനം മാത്രം ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം പറയുന്നില്ല എന്നൊരു വലിയ കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനത തന്നെയാണ്. അദ്ദേഹം രാഷ്ട്രീയം അധികം പറയാത്തയാളാണ്. സംഘടനാപരമായി അദ്ദേഹം എത്രത്തോളം പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ളയാളാണ് എന്നതും ഇനി പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ പാർട്ടിക്ക് കേരളത്തിൽ എന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരുപക്ഷെ അത് എഫക്റ്റീവ് ആയിട്ടില്ല എങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ BJPയുടെ ഒരു സംഘടന അല്ലെങ്കിൽ കരുത്ത് എന്ന് പറഞ്ഞാൽ BJPക്ക് ജനകീയരായ നേതാക്കന്മാർ എല്ലാ സംസ്ഥാനത്തുമുണ്ട്. മാത്രമല്ല സംഘടനയെ ചലിപ്പിക്കുന്നത് RSSലൂടെ, സംഘടനാ സെക്രട്ടറിയിലൂടെ RSS ആണ്. ഇപ്പോൾ BJPക്ക് കേരളത്തിൽ സംഘടനാ സെക്രട്ടറി ഇല്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ പോലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തീർത്തും ജനകീയനായ ഒരു മുഖമാകും. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതിൽ അദ്ദേഹം വിജയിക്കും. മറുഭാഗത്ത് കരുത്തനായ ഒരു സംഘടനാ സെക്രട്ടറിയെ നിയോഗിച്ചുകൊണ്ട് RSS അതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും BJPക്ക് നൽകും എന്ന ഒരു മികച്ച ഏകോപനം കേരളത്തിലും വരാൻ പോകുന്നു എന്നാണ് ഇത് നൽകുന്ന സൂചനകൾ. അതായത് ഒരു ഇരട്ട ഇഞ്ചിൻ ഇപ്പോൾ BJPക്ക് ലഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണത്. ഒരു ഭാഗത്ത് സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള ഒരു ടീം അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ടാകും. തീർച്ചയായും അദ്ദേഹം ഒരു നല്ല ബിസിനസ്സുകാരനാണ്, ഒരു ടീം ഹാൻഡിലറാണ്. നന്നായ രീതിയിൽ ടീമിനെ ബിൽഡ് ചെയ്യുകയും അതിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നതിൽ വിജയിച്ചയാളാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന്, സംഘടനാപരമായി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് ഒരു മികച്ച ടീമിനെ അദ്ദേഹം നിയോഗിച്ചേക്കാം. അതിന് RSSൻ്റെ ഒരു മികച്ച പിന്തുണയുണ്ടാകാം. അതിലൂടെ പാർട്ടി മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന പോലെ BJPയിലും പാർട്ടി മെഷീനറി ചലിക്കും. അതാണ് ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന ഫോർമുല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഈ സാധാരണ പാർട്ടി വെച്ച് നോക്കുമ്പോഴും എല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയ കാര്യം ഗ്രൂപ്പിസം എന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഇവിടെ എങ്ങനെ ഈ രാജീവ് ചന്ദ്രശേഖർ ഈ ഗ്രൂപ്പിസം തരണം ചെയ്യും? കാരണം ആദ്യമേ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ BJPയുടെ ഈ സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ വേണ്ടി നോക്കിയപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൽ ഒരു ഗ്രൂപ്പിസം ഉണ്ട്, അത് ഞാൻ എങ്ങനെ തരണം ചെയ്യുമെന്ന് നോക്കിയപ്പോൾ അന്ന് അമിത്ഷാ പറഞ്ഞത്, ആ ഗ്രൂപ്പിസത്തിൻ്റെ കാര്യം വിട്ടേക്കൂ, അത് നമ്മൾ നോക്കിക്കോളാം, ബാക്കിയുള്ള പ്രസിഡന്റിൻ്റെ ചുമതലകൾ മാത്രം രാജീവ് ചന്ദ്രശേഖർ നോക്കിയാൽ മതി എന്നുണ്ട്. നേരത്തെ തന്നെ കുമ്മനം രാജശേഖരൻ ഉണ്ടായിരുന്ന സമയത്തും ഇതുപോലെ ഒരു ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു. പക്ഷെ അന്നും ഈ കേന്ദ്രത്തിന് ഈ ഗ്രൂപ്പിസം എടുത്ത് മാറ്റാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലും അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യത കൂടുതലല്ലേ? ഇല്ല, ഗ്രൂപ്പിസം എന്ന് പറയുന്നത് ഒരു പരിധിവരെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ ഗ്രൂപ്പിസം എന്ന രീതിയിലേക്ക് പോകുന്നത്. പലപ്പോഴും പലതരത്തിലുള്ള ഏകോപനത്തിൻ്റെതായ പ്രശ്നങ്ങൾ, കമ്മ്യൂണിക്കേഷൻ്റെതായ പ്രശ്നങ്ങൾ, ഇതൊക്കെ എല്ലാ പാർട്ടിയിലെയും എന്ന പോലെ BJPയിലും വന്നിട്ടുണ്ട്. അത് ഒരു പക്ഷേ ആരെങ്കിലും വന്നതോടുകൂടി അതില്ലാതാകും എന്നൊന്നും കരുതുന്നില്ല. പക്ഷേ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഐക്യം
ഐക്യം പ്രകടിപ്പിച്ചിട്ടുള്ള പാർട്ടിയാണ് BJP. കാരണം മറ്റടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോൾ, സംസ്ഥാനത്തോ കേന്ദ്രത്തിലോ ഒന്നും ഭരണത്തിലില്ലാതിരുന്നപ്പോൾ പോലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഐക്യം പ്രകടിപ്പിക്കുകയും ഒരു ഇച്ഛാശക്തി പ്രകടിപ്പിക്കുകയും കേരളത്തിലെ രണ്ട് പ്രബലമായ മുന്നണികൾക്കെതിരെ വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്ത പാർട്ടിയാണ്. ആ ഒരു വീര്യം അല്ലെങ്കിൽ ആ ഒരു സമരവീര്യം ഉണ്ടായത് പാർട്ടിയുടെ ഐക്യത്തിൽ നിന്ന് തന്നെയാണ്. തീർച്ചയായും ഇപ്പോൾ പുതിയ കാലത്ത് അതിൻ്റേതായ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ ഒരു കാലമാണ്. മാധ്യമങ്ങൾ വല്ലാതെ കാര്യങ്ങൾ ചോർത്തിയെടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയാകുന്നതാണ്. അത് ഗ്രൂപ്പിസം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു പേരിട്ട് വിളിക്കണമെങ്കിൽ വിളിക്കാമെന്നേ ഉള്ളൂ. പക്ഷേ മികച്ച ഒരു നേതൃത്വം ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പിസങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഒന്നും പ്രസക്തിയില്ലാതാകും. ആ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനിൽ ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം കാണുന്നുണ്ടാകാം. അതായിരിക്കാം ഈ ഒരു നീക്കത്തിന് പിന്നിൽ. പക്ഷേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്തായാലും ഇപ്പം നാളെയോടുകൂടി ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം മിക്കവാറും ഈ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അടക്കം കേന്ദ്ര നേതൃത്വമടക്കം സംസ്ഥാനത്തിൻ്റെ മറ്റ് നേതാക്കളുമായിട്ടൊരു മീറ്റിംഗ് കൂടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ ഗ്രൂപ്പിസം അടക്കം ഇനി വച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം ചിലപ്പോൾ അമിത്ഷായും മോദിയും കൂടെ പുറപ്പെടുവിച്ചേക്കുക. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരു ഗ്രൂപ്പിസം ഉണ്ടായാൽ അവർക്കെതിരെ ഒരു കർശനമായ നടപടിയും നമുക്കത് തള്ളിക്കളയാനുള്ള സാധ്യതയില്ല. ഒരു നടപടി എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ BJPക്ക് നല്ല രീതിയിൽ ഒരു വോട്ട് കിട്ടുമ്പോൾ കേരളത്തിലാണ് BJP ചെറുതായിട്ടൊരു പിന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം മാറി മുന്നോട്ട് വരേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്രൂപ്പിസം നിൽക്കുന്നിടത്തോളം അത് ജനങ്ങൾക്ക് അതൊരു വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട്. അല്ല, അങ്ങനെയൊരു വിഷയമില്ല. കാരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോലും സംസ്ഥാന സമ്മേളനങ്ങൾക്ക് ശേഷം വലിയ അസ്വാരസ്യങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായി. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് വന്നപ്പോൾ സംസ്ഥാന കോർ കമ്മിറ്റി അതിനെ ഏകകണ്ഠേന സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാന അധ്യക്ഷനെ നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ എതിർപ്പൊന്നും BJPയെ പോലുള്ളൊരു പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി പാർട്ടി ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു നേതൃമാറ്റം ഉണ്ടാകുന്നത് സ്വാഭാവികമായ നേതൃമാറ്റമാണല്ലോ. കെ സുരേന്ദ്രൻ പാർട്ടിയെ നന്നായി തന്നെ ഇതുവരെ നയിച്ചു കൊണ്ടുവന്നു. പക്ഷേ ഈ 5 വർഷം അദ്ദേഹം തികയുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു നേതൃമാറ്റം ഇവിടെ അനിവാര്യമാണ്. ആ സമയത്ത് ഒരു വലിയ മാറ്റത്തിലൂടെ പാർട്ടിയെ കൊണ്ടുപോവുക, അത് രാഷ്ട്രീയത്തിന് ഗുണകരമാവുക എന്നതാണ് ചിന്ത. അതല്ലാതെ ഇനി ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. RSSും BJPയും തമ്മിലുള്ള മികച്ച ഏകോപനം, അതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ വിജയം. ആ ഒരു ഫോർമുല ഇവിടെയും നടപ്പിലാക്കുക. അതിനുശേഷം പുതിയ ഒരു മാറ്റം, ആ മാറ്റം അണികളിലൂടെ അല്ലെങ്കിൽ ആ സന്ദേശം വ്യക്തമായി തന്നെ കേരള രാഷ്ട്രീയ സമൂഹത്തിന് നൽകുകയും പാർട്ടിയെ ചലിപ്പിക്കുകയുമാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ലക്ഷ്യം എന്ന് തന്നെ പറയാം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പ്രസിഡൻ്റായി നിൽക്കുമ്പോൾ തന്നെ മുന്നിൽ വരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയുണ്ട്. കാരണം തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നമ്മുടെ ഈ തിരുവനന്തപുരം വെച്ച് നോക്കുമ്പോൾ സിറ്റികളെല്ലാം ഓക്കെയാണ്, BJPക്ക് അനുകൂലമാണ്. കഴിഞ്ഞ വർഷം തന്നെ ഇപ്പോൾ തെരഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ കോട്ടകളും UDF കോട്ടകളൊക്കെ നമ്മൾ പിടിച്ചെടുത്തു, ക്രൈസ്തവ വോട്ടുകളും പിടിച്ചെടുത്തു. പക്ഷേ ഈ തുറമുഖ ഏരിയകൾ വരുമ്പോൾ അവിടെയാണ് BJPക്ക് അടി പതറുന്നത്. കാര്യം അവിടെ അടി പതറിക്കൊണ്ട് തന്നെ എല്ലാ വർഷവും ഇരിക്കുകയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു 11 മണിയാകുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയാണ് വിജയിക്കുക എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു 12 മണി ആയപ്പോൾ പോലും 1 മണി കഴിഞ്ഞപ്പോൾ പോലും ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. പക്ഷേ ആ ഒരു കോസ്റ്റൽ ഏരിയ എത്തിയപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായത്. എല്ലാം കീഴ്മേൽ മറിയുന്ന ഒരു കാര്യത്തിലെത്തി. BJP ക്യാമ്പിലുള്ള ആഹ്ലാദ പഠനം എല്ലാം തന്നെ താഴോട്ട് പോയി. അപ്പം ഇനി BJPയുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസ്റ്റൽ ഏരിയ അവിടെ അവർക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ പല രീതിയിലുമുള്ള തന്ത്രങ്ങൾ, അവിടെ കോസ്റ്റൽ ഏരിയയിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളടക്കം അവർ വർഷങ്ങളോളമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അതിനൊരു സൊല്യൂഷൻ കാണുക. അതാണ് അവിടെ BJPക്ക് ഇനി മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അല്ല, രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇപ്പോൾ തിരുവനന്തപുരം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത് കേരളം മുഴുവനാവുകയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഒരു ജനസ്വീകാര്യത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം രാഷ്ട്രീയം സംസാരിക്കുന്നത് വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് താഴെയുള്ള ജനറൽ സെക്രട്ടറിമാരും മറ്റ് ടീം അംഗങ്ങളും ഒക്കെ ആ കുറവ് പരിഹരിക്കുമെന്ന് വിചാരിക്കാം. മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത്
സംഘടനയാണ്. സംഘടനാപരമായി പല തരത്തിലും നേരത്തെ പറഞ്ഞതുപോലെ തീരദേശ മേഖലയിലും അതുപോലെ തന്നെ മറ്റു ഈ നെയ്യാറ്റിൻകര, പാറശാല പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ സംഘടന ദുർബലമായിരുന്നു എന്ന് തന്നെ പറയാം. ആ സംഘടനയെ ഒരുക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം ഉപയോഗിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഉപയോഗിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാനുള്ള ഒരു അവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അത് തീർച്ചയായും അദ്ദേഹം വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് പ്രകടിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അത് ആ ഒരു വെല്ലുവിളികളെ അതിജീവിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അദ്ദേഹം ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.